ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായിട്ടുണ്ടാവുന്ന ഒരു ഫ്രൂട്ട്സ് ഉണ്ടാ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് കംബോഡിയൻ എന്നുള്ളൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. കളറാണെങ്കിൽ പർപ്പിൾ ഉണ്ടാ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത്. സ്ഥലപരിമിതിയൊക്കെയുള്ള ആളുകൾക്ക് നമ്മുടെ വീടുകളിൽ ഇതെങ്ങനെ ബക്കറ്റിലൊക്കെ പിടിപ്പിക്കുക, പിന്നെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് എടുത്തത്, നമുക്ക് അതിനൊരു ബക്കറ്റ് വേണം, പഴയ ബക്കറ്റ്. ഞാനിപ്പോൾ എൻ്റെ ഒരു പഴയ ബക്കറ്റ് തന്നെ ഉണ്ടായി, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി 4 കമ്പി കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ കമ്പി കഷ്ണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ഒരു പൈപ്പ് ഉണ്ട്. ഈ വണ്ണത്തിലുള്ളൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ വണ്ണത്തിലുള്ള പൈപ്പ് വേണം ശരിക്കും ഇതിന് പറ്റിയാനായിട്ടാ. അപ്പോൾ ഈ പൈപ്പ് നമുക്ക് ബക്കറ്റിൽ എങ്ങനെയാണ് ഇത് ഉറപ്പിക്കേണ്ടതെന്നുള്ളൊരു ഭാഗം ഞാൻ കാണിച്ചത്. നമ്മളെ ഈ 2 വീലറിൻ്റെ ഒക്കെ ടയറുകൾ കിട്ടും നമ്മളെ കടകളിൽ, ടയറുകളിലൊക്കെ പഴയത്, അതൊരെണ്ണം വേണം. അത്രയും മതി നമുക്കിത് പിടിപ്പിച്ചെടുക്കാനായിട്ടാ. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ബക്കറ്റിൻ്റെ അടിയിൽ കണ്ട കുറച്ച് ഹോളുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഹോളുകൾ എന്തിനാണ് ഇത്രപ്പം എടുത്തിട്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഹോളുകളും അതും വലുതിട്ടിരിക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൈപ്പുകളിലേക്ക് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോളുകൾ ഇടണമെന്ന്. അപ്പോൾ ഞാൻ ഇതിവിടെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലും 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്റ്റൗമ്മൽ ചൂടാക്കിയിട്ട് കമ്പി ചൂടാക്കി വെച്ചതാണ്. അതേപോലെ നമ്മളുടെ ഈ ബക്കറ്റിന് ഞാനിതേപോലെ ഹോള് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ. ഈ പൈപ്പ് നമുക്ക് ഈ ബക്കറ്റിൽ ഒന്ന് ഉറപ്പിച്ച് നിർത്തണം. അപ്പോൾ നമ്മളിങ്ങനെ കൈയെടുത്താൽ ഇങ്ങനെ പോരും. അതുകൊണ്ട് നമുക്ക് ഈ പൈപ്പ് നമുക്ക് ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് നിർത്താനായിട്ട് നമുക്ക് ഇതേപോലെ കമ്പി കഷ്ണങ്ങൾ, ഞാൻ പറഞ്ഞില്ല 4 കമ്പി എടുത്തിട്ടുണ്ട്, ഈ കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോളിലേക്ക് ഞാൻ ഈ കമ്പി കയറ്റി കൊടുക്കണം. ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കുക കമ്പി. പിന്നെ സെൻറ്റർ നോക്കിയാണ്ട് വെച്ച് കൊടുക്കാം നമുക്ക്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല മുകളിലും 2 ഹോൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആ ഹോളിലേക്ക് അപ്പോൾ രണ്ടാമത്തെ കമ്പി ഇതേപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇത് സ്ട്രോങ് ആയി കണ്ട. ഇനിയിപ്പോൾ ആരുടെ സഹായം ഇല്ലാതെ ഇതോട് നിൽക്കും. ഈ പൈപ്പ് ഈ ബക്കറ്റിലാണ് നിന്നോളും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, ആ ഹോളുകളിൽ കൂടി മണ്ണ് ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും നമുക്ക് ഇതേപോലെ കുറച്ച് കട്ടയും കല്ലും ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 4 കമ്പി നമ്മളിലുണ്ടെന്ന് പറഞ്ഞില്ല. അതിലിപ്പോൾ ഒരു കമ്പി ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഇങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വേറൊരു കമ്പിയും കൂടി ഇതേ ഹോളിലേക്ക് തന്നെ എടുക്കണം. ചെറിയ കമ്പിയാണെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇത്തിരി വലിയ കമ്പി എടുത്ത് ഇതേപോലെ ഇങ്ങനെ വളച്ച് വെച്ചെന്നുള്ളൂ കേട്ടോ. കണ്ണിലും ഇതിലും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളച്ച് വെച്ചത്. പറഞ്ഞാൽ 2 വീലറിൻ്റെ ടയർ കേട്ടോ. 2 വീലറിൻ്റെ ടയർ എടുത്തിട്ട് ഇതേപോലെ അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കയറിട്ട് കെട്ടിയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പിക്ക് ഇത്തിരി നീട്ടം കൂടുതലുണ്ട്. ഈ കമ്പിക്ക് നീട്ടം കൂടുതലതിൻ്റെ പേരിൽ പിള്ളേരെ കൂടെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണതിൻ്റെ പേരിൽ എനിക്കൊരു പേടി വന്നപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വളച്ച് വെച്ചാണ്. വളക്കലിന് സാരമല്ല കേട്ടോ, നല്ല പണിയാണ്, നല്ല ബലമുള്ള കമ്പി അതിൻ്റെ പേരിൽ. അങ്ങനെ ഞാൻ ഇത് മുകളിലേക്ക് മടക്കി വെച്ച് അങ്ങനെ ഒരു കയറിട്ട് കെട്ടി ഇതിനൊരു സ്റ്റാൻഡ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. വേണ്ട കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഹോളിട്ട് കൊടുത്തിട്ട് 4 കമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പി മേലാണ് ഈ ചായയാക്കിയിട്ട് ഈ ടയർ ഞാൻ നിർത്തിയാക്കണത് കേട്ടോ. അത് കഴിഞ്ഞ് താഴത്തോട്ട് വരുമ്പോഴും നമുക്ക് ഇതേപോലെ ഒരു കോസ് കമ്പി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ താഴത്തും ഇതേപോലെ ഒരു കോസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മണ്ണ് നിറക്കണം. വളം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ്, ഡ്രാഗൺ ഫ്രൂട്ടിന് ഇടാൻ വേണ്ടിയിട്ട് വെച്ച മണ്ണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കണത് ചാണകപ്പൊടിയും വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ വളമാണ് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തേക്കണത് കേട്ടോ. ഇത്രയും മണ്ണിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്. കാരണം ഇതിൻ്റെ വേര് അടിയിലേക്ക് പോവില്ല, അവിടെ തന്നെ നിന്ന് കളിക്കുന്ന പരിപാടിയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിന് വലിയ ടൈറ്റും വേണ്ട.
ഈ ഓസുമ്മൽക്ക് കയറ് പിടിച്ച് പോവാൻ പാകത്തിനായിട്ട് ഇതേപോലെ വേണം കേട്ടോ നടാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒരു തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ സാധനം ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത്രയേ ഉള്ളൂ ബലം ഇതിന്. വലിയ ടൈറ്റ് ചെയ്യരുത്, ഒരു മീഡിയം. നമുക്കതൊന്ന് ഊരിപ്പോവാതെയും ചെരിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കെട്ടിട്ടാ. വളരെ ലൂസായിരിക്കണം. ഇതെവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ മാത്രമേ ഇതിന് വേര് വന്ന് ഇതുമ്പോൾ പിടിച്ച് കയറുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.